ഇപ്പൊ സ്റ്റുഡൻസ് ഇപ്പൊ നമ്മൾ റിവിഷന്റെ അടുത്ത പ്ലാൻ ഞാനിപ്പോ സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ റിവിഷന്റെ പ്ലാനാണ് പറയാൻ പോകുന്നത്. സാലറി എന്ന് പറയുന്ന ഹെഡിന്റെ പ്ലാനാണ്. ഈ സാലറി എന്ന് പറയുന്ന ഹെഡിനകത്ത് നമ്മൾ ടോപ്പിക് വെച്ച് നോക്കുമ്പോൾ ആദ്യം റിട്ടയർമെന്റ് ബെനിഫിറ്റ്, രണ്ടാമത് അലവൻസ്, പിന്നെ ഡിഡക്ഷൻസും RPF-ന്റെ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ പെർക്വിസിറ്റ്, ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്താണല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ മൊത്തം ഒരു റൗണ്ട് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ്. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട രീതി ഞാൻ പറയാം. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ 5 എണ്ണവും ശരിക്കും അതിന്റെ തിയറി പഠിക്കുമ്പോൾ 5 ഒരുമിച്ച് തിയറി പഠിക്കുക. 5 എണ്ണത്തിന്റെ ഒരുമിച്ച് തിയറി അങ്ങ് പഠിക്കുക. ദാറ്റ് ഈസ് ലീവ് എൻഗേജ്മെന്റ്, ഗ്രാറ്റുവിറ്റി, റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ, VRS, പെൻഷൻ. 5ന്റെ തിയറി ഒരുമിച്ച് പഠിച്ചിട്ട് ഇതില് ലീവ് എൻഗേജ്മെന്റും ഗ്രാറ്റുവിറ്റിയും പെൻഷനും കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇത് 3 മാത്രം. എനിക്കൊന്ന് ക്വസ്റ്റ്യൻ എഴുതിയാണ് ചെയ്തതെന്നാണ് എന്റെ ഓർമ്മ. ലീവ് എൻഗേജ്മെന്റും ഗ്രാറ്റുവിറ്റിയും പെൻഷനും കൂടെ. അപ്പൊ ഇത് സമയം ലാഭിക്കാനായിട്ട് ഇത് 5 തിയറി പഠിച്ചിട്ട് ഇത് 3 എണ്ണം കൂടെ ചേർത്ത് വരുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ VRSന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. VRS സിമ്പിൾ ആണല്ലോ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അലവൻസ് എന്ന് പറഞ്ഞ ഏരിയ പഠിക്കണം. അലവൻസിന്റെ ഏരിയ അത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്, എക്സംഷൻ ബേസ്ഡ് ഓൺ ആക്ച്വൽ എക്സ്പെൻസ് 6 എണ്ണം, പിന്നെ ഫുള്ളി ടാക്സബിൾ അലവൻസിന്റെ ഏരിയ ലാസ്റ്റിലാണ്, പിന്നെ എക്സംഷൻ ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് എമൗണ്ട്. അലവൻസിന്റെ ഏരിയയും കൂടെ പഠിച്ചിട്ട് പെർക്വിസിറ്റും പഠിക്കണം. ഈ അലവൻസ് പഠിച്ചിട്ട് അലവൻസിന്റെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിന്ന് സമയം കളയരുത്. സോ ഡോണ്ട് ഡു ദാറ്റ്. അലവൻസിന്റെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്ത് സമയം കളയരുത്. അപ്പൊ നിങ്ങൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് വായിക്കുക, അലവൻസ് വായിക്കുക, എന്നിട്ട് നേരെ പെർക്വിസിറ്റ്സിലേക്ക് പോവാം. പെർക്വിസിറ്റ്സിൽ ചെന്നിട്ട് പെർക്വിസിറ്റ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ പെർക്വിസിറ്റ്സുകൾക്ക് മാത്രം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. അതായത് നമ്മുടെ അക്കോമഡേഷൻ എന്ന് പറയുന്ന പെർക്വിസിറ്റ്. അക്കോമഡേഷൻ ശ്രദ്ധിക്കണം. ജനുവരി 2025 എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അക്കോമഡേഷൻ രണ്ടായിട്ടാണ് വാല്യൂ ചെയ്യേണ്ടത്. നമ്മുടെ ഓഗസ്റ്റ് വരെ ഉള്ള പിന്നെ അക്കോമഡേഷന്റെ വാല്യൂഷൻ പഴയ രീതിയിലും സെപ്റ്റംബർ തൊട്ട് പുതിയ രീതിയിലുമാണ്. രണ്ടായിട്ട് വേണം വാല്യൂ ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ വാല്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കോമഡേഷൻ ഡീറ്റെയിൽ ആയിട്ട് അക്കോമഡേഷന്റെ പെർക്വിസിറ്റ് പഠിച്ചിട്ട് അതിന്റെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ എന്ന് പറയുന്ന പെർക്വിസിറ്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. മെഡിക്കൽ ഫെസിലിറ്റിയുടെ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് 3. പിന്നെ മോട്ടോർ കാർ. ഇത് 4 കുറച്ച് ഡീപ്പായിട്ട് നോക്കണം, കാരണം വലിയ പെർക്വിസിറ്റ് ആണ്. അത് കഴിഞ്ഞ് റിമൈനിങ് പെർക്വിസിറ്റ്സ് വായിച്ച് തീർന്നതിന് ശേഷം ക്വസ്റ്റ്യൻസ് കൂടുതലും പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ്. സ്റ്റഡി മെറ്റീരിയൽ ടെസ്റ്റ് യുവർ നോളജ് എന്നുള്ള ഏരിയയിൽ എക്സസൈസിനകത്ത് റിട്ടയർമെന്റ് ബെനിഫിറ്റും അലവൻസും പെർക്വിസിറ്റും കൂടി വരുന്ന ഇൻകം ഫ്രം സാലറിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഇയറിന്റെ ഇടയിൽ വെച്ചിട്ട് റിട്ടയർ ആയി റിമൈനിങ് പീരീഡിലേക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് റിമൈനിങ് റിട്ടയർ ചെയ്തതിന് ശേഷം അയാൾക്ക് പെൻഷനാണ് കിട്ടുന്നത്. റിട്ടയർമെന്റ് സമയത്ത് അയാൾക്ക് ലീവ് എൻഗേജ്മെന്റും ഗ്രാറ്റുവിറ്റിയും കിട്ടുന്നുണ്ട്. റിട്ടയർ ചെയ്യുന്നത് വരെ, ഏപ്രിൽ തൊട്ട് റിട്ടയർ ചെയ്യുന്നത് വരെ അയാൾക്ക് സാലറി കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കാനുള്ള ചോദ്യമുണ്ട്. ആ ക്വസ്റ്റ്യൻസ് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാലറി എന്ന് ഒരിക്കലും ഒരു പർട്ടിക്കുലർ പാർട്ടായിട്ടല്ല ചോദിക്കുക, എല്ലാം കൂടെ ചേർത്തിട്ട് ഇൻകം ഫ്രം സാലറിയാണ് ചോദിക്കുക. അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതലും ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കഴിയുന്നതും റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അലവൻസ്, പെർക്വിസിറ്റ് സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് തിയറി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ചെയ്തു പോയ എക്സാമ്പിൾസോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പം തിയറി വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ പ്രോബ്ലം ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കുക, ചെയ്തു നോക്കുക. എന്നിട്ട് എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണമെന്ന് നോക്കുക. എന്നിട്ട് പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യാനുള്ളത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഒരിക്കലും സാലറിക്ക് എത്തുന്ന അലവൻസ് മാത്രമായിട്ടോ പെർക്വിസിറ്റ് മാത്രമായിട്ടോ റിട്ടയർമെന്റ് ബെനിഫിറ്റ് മാത്രമായിട്ടോ 5-6 മാർക്കിന് ചോദിക്കില്ല. നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഇൻകം ഫ്രം സാലറി എന്നുള്ള ആംഗിളിലാണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഈ സാലറിയുടെ പ്രോബ്ലത്തിൽ മറ്റൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ. അതായത് ബേസിക് എന്ന് പറയുന്ന എമൗണ്ട് പറയാതെ ഇൻ ദ സ്കെയിൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് പറയുമല്ലോ. 10,000 -2,000 -20,000. ഇത് ബിഗിനിങ്ങിലൊരു എമൗണ്ട്, എൻഡിലൊരു എമൗണ്ട്, പിന്നെ മിഡിലൊരു എമൗണ്ട്. മിഡിൽ വന്നിരിക്കുന്ന എമൗണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻക്രിമെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ ആ സംഭവം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ നമ്മുടെ ഇയറിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ ആ ചേഞ്ച് നോക്കിയിട്ട് കണക്കാക്കിയിട്ട് ചെയ്യുന്ന ആ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഓവറോൾ കോംപ്രിഹെൻസീവ് പ്രോബ്ലംസ് ആണ് അതിനകത്ത് ചെയ്ത് നോക്കാൻ. പെർക്വിസിറ്റ് മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പെർക്വിസിറ്റ് ആണ് നമ്മുടെ RTP, PC എന്ന് പറയുന്ന 2 പെർക്വിസിറ്റ്. ഓർമ്മയുണ്ടായിരിക്കും. RPF-ലും നമ്മുടെ NPS-ലും ASF-ലും കൂടി 7.5 ലക്ഷത്തിന് മുകളിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത 7.5 ലക്ഷത്തിന് മുകളിലോട്ട് എക്സസ് PC, അതേപോലെ ആ എക്സസ് വരുന്നതിന് കിട്ടുന്ന പലിശ TP. അപ്പൊ ആ ഫോർമുല വെച്ചിട്ടുള്ളത് അത് മാത്രമായിട്ട് പഠിക്കുക. ഒരു വലിയൊരു പ്രോബ്ലത്തിനകത്ത് അത് വരാനുള്ള സാധ്യത വിരളമാണ്. അപ്പൊ അത് മാത്രമായിട്ട് നോക്കുക. പിന്നെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് ഓടിച്ചു നോക്കി പോകണം. ഹൗസ് പ്രോപ്പർട്ടി പഠിക്കുന്ന പോലെ അത്രയും ഷോർട്ട് പീരീഡ് കൊണ്ട് സാലറി പഠിക്കരുത്. സാലറിക്ക് ഇച്ചിരി ടൈം വേണം, കാരണം ടോപ്പിക് വലുതാണ്. സാലറി ഉണ്ട്, റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ട്. അതിൽ തന്നെ ഗ്രാറ്റുവിറ്റിക്ക് വരുമ്പോൾ കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി, നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി,
പിന്നെ ലീവ് എൻഗേജ്മെന്റിൽ തന്നെ 2-3 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ലീവ് ടേക്കൺ അവർ തരാതിരുന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പിന്നെ VRS റിട്രെഞ്ച്മെന്റ് അങ്ങനെ പൊതുവെ ചോദിക്കാറില്ല, അതുകൊണ്ട് ജസ്റ്റ് അത് തിയറി മാത്രം വായിച്ചങ്ങ് വിട്ടേച്ചാൽ മതി. അപ്പോൾ അലവൻസ് വരുമ്പോൾ HRAയുടെ കാൽക്കുലേഷൻ നമുക്കറിയാലോ. HRA മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. HRA മാത്രമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും എന്നറിയാലോ. HRA മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ആ ചേഞ്ച് വരുന്ന കേസാണ്. നമ്മുടെ പ്രീവിയസിന്റെ ഇടയിൽ വെച്ചിട്ട് ബേസിക് മാറുന്നു, DA മാറുന്നു, പിന്നെ കമ്മീഷന്റെ പെർസെൻറ്റേജ് മാറാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലേസ് മാറാം, 40% കാറ്റഗറിയിൽ നിന്ന് 50%ലോട്ടുള്ള സ്ഥലത്തോട്ട് മാറാം, HRA മാറാം. അപ്പൊ ആ ചേഞ്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. മോഹിത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്നുകൂടെ നന്നായിട്ട് ചെയ്ത് നോക്കുക. ചേഞ്ച് വരുമ്പോൾ HRA എങ്ങനെ ചെയ്യണമെന്നുള്ളത് ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ HRA ക്ലാരിറ്റി വരും. അപ്പൊ സാലറിയിൽ സ്റ്റഡി പ്ലാൻ ഇത്രയേ ഉള്ളൂ. തിയറി മാക്സിമം വായിച്ചു തീർക്കുക, എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന പ്രോബ്ലംസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യും. ദാറ്റ് ഈസ് ദ എന്താണ് അതിനകത്തുള്ള ഒരു നല്ല സ്റ്റൈൽ അതാണ്. അപ്പൊ നമുക്ക് സമയം ലാഭിക്കാം. എന്നാൽ നമുക്ക് അത് മാക്സിമം ഒരുപാട് സമയം തന്നെ കളയരുത്. ഈ പറയുന്ന സാലറി എന്ന് പറയുന്ന സാധനം ഒരു ഡേയുടെ അപ്പുറം എടുക്കരുത്. അങ്ങേറ്റം പോയ ഒരു ഡേയും രാത്രി കുറച്ച് സമയം അതിൽ സാലറി അങ്ങ് തീർക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അലവൻസ്, പെർക്വിസിറ്റ്, ഡിഡക്ഷൻസ്, PFന്റെ അഡ്ജസ്റ്റ്മെന്റ്, ഇത് ഇത്രയും പഠിച്ചതിന് ശേഷം, തിയറി പഠിച്ചതിന് ശേഷം ഇതിൽ വലിയ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന പെർക്വിസിറ്റികൾ അത് മാത്രം പ്രോബ്ലം ചെയ്ത് നോക്കുക. ഇതെല്ലാം മാക്സിമം തിയറി വായിച്ച് തീർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡൗട്ട് വന്നാൽ മാത്രം അത് പിന്നെ പോയിട്ട് എടുത്ത് മറിച്ച് നോക്കുക. അതല്ലാതെ മൊത്തം വായിച്ച് തീർത്തിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതല്ലാതെ ഓരോ അലവൻസും പഠിച്ച് അതിന്റെ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കരുത്. കാരണം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എല്ലാം കൂടെ ചേർത്തിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാലറിയിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റീസെന്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ അറ്റംപ്റ്റുകളിലും സാലറിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്സാരമായിട്ട് വിചാരിക്കരുത്, സാലറി പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സ്, ഹൗസ് പ്രോപ്പർട്ടി, സാലറിയുടെ ഒരു ഐഡിയ, സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് തന്നത്. ഇനി ഞാൻ തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ PGBP ആണ്. അപ്പൊ PGBP എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഈ പറഞ്ഞ സാലറി പഠിച്ച് തീരുന്ന പോലെ ഒന്നും പഠിച്ച് തീരുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. കമ്പൽസറി ക്വസ്റ്റ്യൻ വരുന്നത് ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കമ്പൽസറി ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് ഇതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഈ ചാപ്റ്റർ പഠിക്കാൻ. അതായത് PGBP, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. PGBPയിൽ 31 എന്ന് പറയുന്ന സെക്ഷൻ വരെ, അതായത് 28 ചാർജബിലിറ്റി, 29 കമ്പ്യൂട്ടേഷൻ നമ്മൾ അവസാനം നോക്കുന്നത്, 28 ചാർജബിലിറ്റി, 30 ബിൽഡിങ്ങിന്റെ എക്സ്പെൻസിന്റെ ഡിഡക്ഷൻ, 31 പ്ലാന്റ് മെഷറി ഫർണിച്ചറിന്റെ ഡിഡക്ഷൻ, ഇതുവരെ 28, 30, 31 ഈ 3 സെക്ഷൻ. 28 അതിനോടൊപ്പം 41 ചാർജബിലിറ്റി ഇൻകം സൈഡ്, 28, 41, 30, 31 ഇത്രയും സെക്ഷൻസ് ഒരു 2 മണിക്കൂറുണ്ട് പഠിച്ചങ്ങ് തീർക്കണം. കൂടിപ്പോയി 2.5 മണിക്കൂർ, 2 അല്ലെങ്കിൽ 2.5 മണിക്കൂറിനുള്ളിൽ ഇത്രയും സെക്ഷൻസ് പഠിച്ച് വായിച്ചും തീർത്ത് മാറ്റി വെക്കണം. ദെൻ യു ഷുഡ് ടേക്ക് ടു 32. ഇത് ഇത്രയും തിയറി വായിച്ചു, കാരണം ഇതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല, ഇതിത്ര തിയറിയാണ്. ഈ 28, 41, 30, 31 ഇത്രയും ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കണം. അത് മാറ്റി വെക്കുക. ഇതിന്റെ അടുത്ത സെക്കൻഡ് സ്റ്റേജ്, അത് കഴിഞ്ഞ് അടുത്ത് നിങ്ങൾ പോകേണ്ടത് 32 മാത്രമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വല്ലപ്പോഴും പരീക്ഷയ്ക്ക് 32 മാത്രമായിട്ട് പ്രോബ്ലം ചോദിക്കാം. ഫുൾ പ്രോബ്ലത്തിൽ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടും വരാം. 32 പഠിക്കുമ്പോൾ നമ്മൾ ആ പഠിച്ച തിയറി ഉണ്ടല്ലോ, കണ്ടീഷൻസ്, ആ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു വിടുക. അതിനൊരുപാട് സമയമൊന്നും വേണ്ട. അതായത് ഓണർഷിപ്പ്, യൂസ്, അതെല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ വായിച്ചു തീർക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ മുതൽ ശ്രദ്ധിക്കുക, റേറ്റും ക്ലാസിഫിക്കേഷൻ, അവിടെ മുതലുള്ള തിയറിയും പഠിച്ചിട്ട് ഡിപ്രീസിയേഷന്റെ പ്രോബ്ലംസ്, അവിടത്തുള്ള തിയറി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നേരെ പഠിക്കേണ്ടത് അഡീഷണൽ ഡിപ്രീസിയേഷൻ, നോർമൽ ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ, സ്പെഷ്യൽ കേസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്, ബ്ലോക്ക് ഓഫ് അസറ്റിന് ക്യാപിറ്റൽ ഗെയിനോ ക്യാപിറ്റൽ ലോസോ വരുന്ന സിറ്റുവേഷൻ. ഈ 4 എണ്ണമാണ് ഡിപ്രീസിയേഷന്റെ മേജർ ടോപ്പിക്സ്. അപ്പൊ ഈ 4 ടോപ്പിക്, അതായത് ക്ലാസിഫിക്കേഷൻ വിത്ത് റേറ്റ്, പിന്നെ നോർമൽ ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ, പ്രോബ്ലം, അഡീഷണൽ ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ, നോർമൽ ഡിപ്രീസിയേഷനും അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടെ തിയറി ഒരുമിച്ച് പഠിച്ചിട്ട് പ്രോബ്ലം ഒരുമിച്ച് ചെയ്താൽ മതി. നോർമൽ ഡിപ്രീസിയേഷന്റെ മാത്രം പ്രോബ്ലം ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് അഡീഷണൽ ഡിപ്രീസിയേഷൻ വന്നാൽ അതിനുള്ള സമയമില്ല. അപ്പൊ നോർമൽ ഡിപ്രീസിയേഷൻ, അഡീഷണൽ ഡിപ്രീസിയേഷൻ തിയറി മനസ്സിൽ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുക. ദെൻ സ്പെഷ്യൽ കേസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്, സ്പെഷ്യൽ കേസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന 1-2 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ RTP നവംബർ 2022 തോന്നുന്നു. RTP നവംബർ 22 അല്ലെങ്കിൽ മെയ് 23 എങ്ങാണ്ട് RTP ആണ്. RTPക്കകത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാർ A, കാർ B, കാർ C എന്ന 3 കാർ മേടിച്ചിട്ടുള്ള ഒരു ടോയ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരാളുടെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതാണ് സ്പെഷ്യൽ കേസസ് ഓഫ് ആക്ച്വൽ കോസ്റ്റും നമ്മൾ പിന്നെ ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കാനുള്ള പറ്റിയ ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ക്ലാസ്സിൽ സോൾവ് ചെയ്തതാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ചെയ്യണം.
അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ്, നോർമൽ ഡിപ്രീസിയേഷനും അഡീഷണൽ ഡിപ്രീസിയേഷനും കൂടെ വരുന്ന പ്രോബ്ലംസ് ചെയ്യണം. ഇത്രയും, അതായത് 32 മാത്രമായിട്ട് ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ മാറ്റിവെക്കുക. 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ 32 പഠിക്കാൻ മാറ്റിവെക്കുക. 32 മൊത്തം പഠിച്ചു തീർക്കണം, ഇൻക്ലൂഡിങ് പ്രോബ്ലം ആണ്. അപ്പൊ ഇതിപ്പോ ഞാനിപ്പോ പറഞ്ഞതനുസരിച്ച് മൊത്തം 4 മണിക്കൂർ കൊണ്ട് 32 എത്തണം. 32 ഫിനിഷ് ചെയ്യണം 4 മണിക്കൂർ കൊണ്ട്. 28 തുടങ്ങി 32 തീരുമ്പോൾ 4 മണിക്കൂർ തീർക്കണം. ആ ടൈം വെച്ച് പ്ലാൻ ചെയ്തോണം. 32 കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്കുള്ള സെക്ഷൻ 35 റിസർച്ച് ആണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കണം 35 റിസർച്ച്. അത് കഴിഞ്ഞാൽ 35 AD അത് പഠിക്കാൻ 1 മണിക്കൂർ വേണം. കാരണം ആ 14 ബിസിനസിന്റെ പേരറിയണം, അതിന്റെ കാൽക്കുലേഷൻ അറിയണം. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കാനായിട്ട് ഇച്ചിരി ടൈം വേണം. അപ്പൊ അത് നിങ്ങൾ ഒരു 2 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല. ഏതിന്? 35 AD 2 മണിക്കൂർ പഠിച്ചു തീർത്ത് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിനകത്ത് 35 AD റിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് 35 അസറ്റ് വിൽക്കുന്നതിന്റെ ട്രീറ്റ്മെന്റും ഉണ്ട്. അത് ചെയ്യുക. 35 AD കഴിഞ്ഞ് 35 ഞാൻ പറഞ്ഞല്ലോ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കുക. 35 AD ഒരു 2 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല. then അത് കഴിഞ്ഞാൽ അടുത്ത് നേരെ 35 AD കഴിഞ്ഞാൽ 35D 35 DDA 10 മിനിറ്റ്. അത് കഴിഞ്ഞാൽ 35 ഡിയും DDAയും കഴിഞ്ഞാൽ നേരെ 36 പഠിക്കാൻ 1 മണിക്കൂർ, 1 അവർ വേണം. കാരണം അതിനകത്ത് കുറെ റിഡക്ഷൻസ് ഉണ്ട്. അപ്പൊ 36 1 മണിക്കൂർ എടുക്കുക. അത് കഴിഞ്ഞ് 37 അരമണിക്കൂർ കൊണ്ട് 37 പഠിക്കുക. 36 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 37 തിയറിയാണ് ബേസിക്കലി. അപ്പൊ ഇത്രയും എത്തുമ്പോൾ 37 എത്തും. 37 അരമണിക്കൂറിനപ്പുറം എടുക്കരുത്. 37 എക്സ്പ്ലനേഷൻ 1, എക്സ്പ്ലനേഷൻ 2, എക്സ്പ്ലനേഷൻ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതടക്കം ചേർത്ത് തിയറി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. 37 അരമണിക്കൂർ മാക്സിമം. ഓക്കെ, അപ്പൊ 37 ഡിസലവൻസ് ആണ്. ഡിസലവൻസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രോബ്ലം ചെയ്യാൻ ആവശ്യമാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ P&L കൊണ്ടൊക്കെ വരച്ചാണ് നമ്മുടെ നോട്ടിൽ തന്നിരിക്കുന്നത് എന്റെ കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി. അത് അതുപോലെ മനസ്സിലാക്കുക. 40 മുതൽ 43B വരെയുള്ള ഡിസലവൻസ് പഠിക്കാനായിട്ട് യു ഷുഡ് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 3 hours, ഒരു 3 മണിക്കൂർ വേണം. 40 തൊട്ട് 43B വരെയുള്ള ഫുൾ ഡിസലവൻസ് സമയം എടുത്ത് തന്നെ പഠിക്കുക, കൃത്യമായി വായിച്ച് പഠിക്കുക. അതിനകത്ത് 1-2 ഡിസലവൻസിൽ പ്രോബ്ലം വരുന്നുണ്ട്. 43B പ്രോബ്ലം വരുന്നുണ്ട്, 40A1 40A1 പ്രോബ്ലം വരുന്നുണ്ട്. അപ്പൊ പ്രോബ്ലം അടക്കം എല്ലാം കൂടെ ഒരു 3 മണിക്കൂർ 3 hours ഡിസലവൻസ് തീർക്കുക. 3 hours. 43B ഡിസലവൻസ് കഴിഞ്ഞാൽ ഉടൻ നേരെ കോംപ്രിഹെൻസീവ് പ്രോബ്ലത്തിലേക്ക് പോവാം. കോംപ്രിഹെൻസീവ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും 2 മെത്തേഡിന്റെ പ്രോബ്ലം ചെയ്യണം. പ്രോബ്ലം ചെയ്യാൻ ഐ വിൽ റെക്കമെൻഡ് യു ഹാവ് ടു സ്പെൻഡ് അനദർ 3 to 4 hours. PG ഇവിടെ കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി മാത്രം യു ഷുഡ് സ്പെൻഡ് 3 to 4 hours. ഈ 4 hours സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്ത് സമയം കളയരുത്. യു ഷുഡ് ഡു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ്. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ശിവാൻഷ് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ശിവാൻഷ് അതൊരു മോക്ക് ടെസ്റ്റിലെ RTPയിലെ ക്വസ്റ്റ്യൻ ആണ്. 35 AD ബിസിനസ്സും നോർമൽ ബിസിനസ്സും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു P&L അക്കൗണ്ട് തന്ന ക്വസ്റ്റ്യൻ. ശിവാൻഷ് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. 2 നിഷ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് മെത്തേഡാണ്. നിഷ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതേപോലെ. അത് ഏത് ക്വസ്റ്റ്യൻ? ഇതെല്ലാം പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ലൂസ് പ്രിന്റ് എങ്ങാണ്ട് തരികയോ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഇരുന്ന് ഞാൻ ചെയ്യിപ്പിക്കാണ് എന്റെ ഓർമ്മ. വർക്ക് ബുക്കിലും അതുകൊണ്ട്. പക്ഷെ വർക്ക് ബുക്കിൽ PGP താഴെയല്ല അത് കിടക്കുന്ന അവസാനത്തെ ചാപ്റ്ററില്ല. ആ അഡ്വാൻസ് ടാക്സ് ടോട്ടൽ കാൽക്കുലേഷൻ അകത്താണ് അത് കിടക്കുന്നത്. അപ്പോ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഡിസംബർ 21 സജസ്റ്റഡ് ആൻസറിലെ ക്വസ്റ്റ്യൻ, ജൂലൈ 2022 ക്വസ്റ്റ്യൻ, ജൂലൈ 22, ഡിസംബർ 21, എനിക്ക് തോന്നുന്നു പിന്നെ അതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ട് 2023 മെയ് ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് മെത്തേഡിലെ ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, വളരെ നൈസ് ക്വസ്റ്റ്യൻ ആണ്. ആ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ 4 മണിക്കൂർ പ്രോബ്ലം ചെയ്യുന്ന കൂട്ടത്തിൽ വേറെ ഏതൊക്കെ പ്രോബ്ലം ചെയ്താലും ഈ 3 ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 43B വരെ ആയിട്ടുള്ളൂ. ഇനി അടുത്തത് 44 AD, ADA, 44 AE പ്രിസംപ്റ്റീവ് ടാക്സേഷൻ. 3 പ്രിസംപ്റ്റീവ് ടാക്സേഷനും കൂടി ഒരു 1.5 മണിക്കൂർ എടുക്കണമെന്ന് തെറ്റില്ല. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ AD പഠിക്കുക. ADയും മറ്റേ ഇൻഡയറക്റ്റ് മെത്തേഡും കൂടെ ഒരുമിച്ച് വരുന്ന പ്രോബ്ലം ചെയ്യണം. അതാണ് അത്രയും സമയം ഞാൻ പറയുന്നത്. കാരണം പരീക്ഷയിൽ ചോദിക്കുന്ന 44 ADയിലും കണ്ടുപിടിക്കുക, മറ്റേലും കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ ഇൻഡയറക്റ്റ് മെത്തേഡും ചെയ്യണം, 44 ADയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് AD പഠിച്ചിട്ട് അത് രണ്ടും കൂടെ ഉള്ള ക്വസ്റ്റ്യൻസും പിന്നെ 44 AD മാത്രമുള്ള ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക, മീൻസ് ചെയ്യുക. പിന്നെ 44 ADAക്ക് നിങ്ങൾക്ക് അറിയാലോ, ADAക്ക് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ഇല്ല. പകരം എന്തോ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. P&L കൊണ്ടൊക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ റോഹൻ എന്നാണ് എന്റെ ഓർമ്മ. ആ ക്വസ്റ്റ്യനകത്ത് 44 ADA പ്രിസംപ്റ്റീവും ചെയ്യണം, ബുക്സ് പ്രകാരമുള്ള നോർമൽ കമ്പ്യൂട്ടേഷൻ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ആണ് ബെസ്റ്റ് ക്വസ്റ്റ്യൻ ടു പ്രാക്ടീസ് 44 ADA. പിന്നെ 44 AE പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഫോർ ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർ. ADയും ADAയും AEയും വലിയ ക്വസ്റ്റ്യൻസും ചെറിയ ക്വസ്റ്റ്യൻസ് അടക്കം ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് 2 to 3 hours. 2 to 3 മണിക്കൂർ വരെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. കാരണം അതിനകത്ത് മറ്റ് കമ്പ്യൂട്ടേഷൻ കൂടി വരും, ഇൻഡയറക്റ്റ് മെത്തേഡും കൂടെ വരും.
3 മണിക്കൂറുണ്ട്, അതും തീർക്കുക. പ്രിസംപ്റ്റീവ് ടാക്സേഷൻ വരെ ആയി. 44A ബുക്സ്, AB ടാക്സ് ഓഡിറ്റ്, പിന്നെ നമ്മുടെ മറ്റേ 43CA ലാൻഡിന്റെയും ബിൽഡിങ്ങിന്റെയും സ്റ്റാമ്പ് വാല്യൂവിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്ന സെക്ഷൻ, പിന്നെ 40B പാർട്ണർഷിപ്പ് ഫേമിന്റെ പ്രൊവിഷൻ, പിന്നെ അഗ്രികൾച്ചർ ഇൻകം, ബിസിനസ് ഇൻകം സ്പ്ലിറ്റ് ചെയ്യുന്ന ഏരിയ. ഈ 5 ഏരിയയാണ് പിന്നെ ഉള്ളത്. 40B പാർട്ണർഷിപ്പ് ഫേമും അതിന്റെ ക്വസ്റ്റ്യൻസും ചെയ്യാൻ യു ഷുഡ് സ്പെൻഡ്, അല്ലെങ്കിൽ യു കൺ ടേക്ക് 1 hour. 1 മണിക്കൂർ 40Bക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. 44A ബുക്സ് ആൻഡ് ഓഡിറ്റ് വായിക്കാൻ അരമണിക്കൂർ. അരമണിക്കൂറിനകത്ത് 44A ബുക്സും ഓഡിറ്റും വായിച്ച് തീർക്കണം, തിയറിയാണ്. കോമ്പോസിറ്റ് ഇൻകം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്, അതായത് ടീ, കോഫി, റബ്ബർ സ്പ്ലിറ്റ് ചെയ്യുന്നത് അരമണിക്കൂർ. കൊണ്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റ്യനും ചെയ്യണം, തിയറിയും വായിച്ച് പഠിച്ചോളാം. തിയറി പഠിച്ചിട്ടേ ക്വസ്റ്റ്യൻ ചെയ്യാവൂ. അപ്പൊ 40B, പിന്നെ 44A ബുക്സ് ആൻഡ് ഓഡിറ്റ്, പിന്നെ ഈ പറഞ്ഞ പാർട്ണർഷിപ്പ് ഫേമായി. അടുത്ത 1 മണിക്കൂർ എടുക്കണം 43CA പഠിക്കാൻ. 43CA എന്ന് പറഞ്ഞാൽ ലാൻഡും ബിൽഡിംഗും വിൽക്കുമ്പോൾ 110% ആക്ച്വൽ സെല്ലിംഗ് പ്രൈസിന്റെ 110% മേളിലാണ് സ്റ്റാമ്പ് വാല്യൂ എങ്കിൽ ആ സ്റ്റാമ്പ് വാല്യൂവിനെ നിങ്ങൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കണമെന്ന് പറയുന്നതാണ് 43CA. 43CA പഠിക്കാൻ നിങ്ങൾ ദാറ്റ് ഷുഡ് ടേക്ക് അനദർ ഒരു 43CA പഠിക്കേണ്ട ഒരു മണിക്കൂർ വേണം. കാരണം അതിന്റെ പ്രോബ്ലം ചെയ്യണം. അവിടെ അതർ സോഴ്സ് വരും, 194 TDS വരും, വാങ്ങുന്ന ആൾക്ക് IFOs വരും, വിൽക്കുന്ന ആൾക്ക് PGBPO ക്യാപിറ്റൽ ഗെയിനോ വരാം. ഒരേ ക്വസ്റ്റ്യനിൽ PGBPയും ക്യാപിറ്റൽ ഗെയിനോട് ഒരുമിച്ച് വരാം. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യണം 43CA. അതിന്റെ 1 മണിക്കൂർ. ഇതാണ് ടൈം, ഞാൻ പറയുന്ന ടൈം. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 1 ദിവസത്തിനപ്പുറം പോകരുത്. ഇപ്പൊ എന്റെ പേഴ്സണൽ അഭിപ്രായം 1 എന്നുള്ളത് 1.5 ദിവസം ആയാലും കുഴപ്പമില്ല. 1 അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് ഇത് തീർക്കണം. അതിന് കൂടുതൽ സമയം എടുക്കരുത്. PGBP ഫിനിഷ് ചെയ്യണം. അടുത്തത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ വരുമ്പോൾ ഇത്രയും സമയമൊന്നും എടുക്കരുത്. കാരണം ക്യാപിറ്റൽ ഗെയിനിൽ ബേസിക്സ് മൊത്തം പഠിച്ചു തീർത്താൽ, അതായത് ഡെഫിനിഷൻസ്, ലോങ് ടേം ഷോർട്ട് ടേം ക്ലാസിഫിക്കേഷൻ, കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റ്, ഇൻഡെക്സേഷന്റെ കൺസെപ്റ്റ്, പിന്നെ 1/4/2001 മുമ്പ് അക്വയർ ചെയ്യുന്ന അസറ്റിന്റെ ട്രീറ്റ്മെന്റ്, പ്രീവിയസ് ഓണറുടെ ട്രീറ്റ്മെന്റ്, അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ്, 43CA സ്റ്റാമ്പ് വാല്യൂ, അതായത് കറസ്പോണ്ടിങ് അവിടെ 50C. ഇത്രയാണ് ബേസിക്സ്. ഇത്രയും ബേസിക്സ് പഠിക്കാൻ യു ക്യാൻ ടേക്ക് അറൌണ്ട് 3 hours. 3 മണിക്കൂർ എടുക്കാം ഇത്രയും ബേസിക്സ് തീർക്കാൻ. 3 hours ബേസിക്സ് തീർത്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പിന്നെ പഠിക്കാൻ പോകേണ്ട എവിടെയാണെന്ന് അറിയോ? നമ്മുടെ എക്സംഷൻസ് ആണ്. 54, 54B, 54D, 54EC, 54F. അതിൽ 54D എന്ന് പറയുന്ന സാധനം ഇപ്പൊ പഠിക്കണ്ട, ഇതിന്റെ കൂടെ പഠിക്കണ്ട. 54D മാറ്റി വെക്കുക. 54, 54B, 54EC, 54F, ഈ 4 എക്സംഷൻ ബേസിക്സ് പഠിച്ച് തീർത്ത ഉടനെ ഈ 4 എക്സംഷന്റെ തിയറി വായിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് മൊത്തം വർക്ക്ഔട്ട് ചെയ്യുക. ഇത്ര ഏരിയയിലെ പ്രോബ്ലംസ്. 54D എക്സംഷൻ ഇപ്പൊ ചെയ്യണമെന്ന് പറയാൻ ഞാൻ കാരണം 54D കമ്പൽസറി അക്വസിഷന്റെ എക്സംഷൻ ആണ്, ടാക്സ് പ്ലാനിംഗ് ആണ്. കമ്പൽസറി അക്വസിഷൻ ബേസിക്സിലല്ല പറയുന്നത്, 45 സബ്സെക്ഷൻ 5 ഈ കമ്പൽസറി അക്വസിഷൻ പറയുന്നത്. അപ്പൊ നമ്മൾ 45 വരെയുള്ള കാര്യങ്ങളാണ് ബേസിക്സിൽ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ്, 1/4/2001 മുമ്പ് മേടിക്കുന്ന അസറ്റിന്റെ കോസ്റ്റ് എടുക്കുന്ന ട്രീറ്റ്മെന്റ്, പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് എടുക്കുന്ന ട്രീറ്റ്മെന്റ്, സ്റ്റാമ്പ് വാല്യൂ വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്, ഇൻഡെക്സേഷൻ എടുക്കുന്ന രീതി, ഇത്രയുമാണ് ബേസിക്സിൽ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് 54D ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ 54, 54B, 54EC, 54F, ആ 4 എക്സംഷന്റെ പ്രോബ്ലം അടക്കം ഇത്രയും പഠിച്ചു തീർക്കുക. ഇനി നേരെ 45ന്റെ സ്പെഷ്യൽ കേസ്. ഇത്രയും പഠിക്കാൻ 54 എക്സംഷനും ബേസിക്സിന്റെ പ്രോബ്ലം അടക്കം ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 5 to 6 hours. 5 to 6 മണിക്കൂർ വരെ എടുക്കും ഇത്രയും പഠിക്കാൻ. ഇത്രയും പഠിച്ചു തീർത്തല്ല. അപ്പൊ 6 മണിക്കൂറായേ. 6 മണിക്കൂറിൽ അത് ഇത്രയും തീർക്കുക. അത് കഴിഞ്ഞാൽ നേരെ 45യുടെ സ്പെഷ്യൽ കേസ്, 45(1)A, ഇൻഷുറൻസ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. തിയറി പഠിക്കുക, അപ്പൊ തന്നെ പ്രോബ്ലം ചെയ്യുക. അത് മാത്രമാണ് ചോദിക്കുന്നത്. തിയറി പഠിക്കുക, പ്രോബ്ലം ചെയ്യുക. പിന്നെ 45 സബ്സെക്ഷൻ 2, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇച്ചിരി സമയം എടുക്കും, അതും തിയറി പഠിക്കുക, പ്രോബ്ലം ചെയ്യുക. 45(5) കമ്പൽസറി അക്വസിഷൻ പഠിക്കുക, അതിനോടൊപ്പം തന്നെ 54D എക്സംഷൻ ചേർത്ത് പഠിക്കുക. ഈ 3 ഏരിയ ഈ പഠിക്കാനായിട്ട്, പഠിച്ച് അതിന്റെ പ്രോബ്ലം ചെയ്യാനായിട്ട്, സോ ഐ തിങ്ക് യു വിൽ ടേക്ക് അറൌണ്ട് 2 hours. 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ എടുക്കും കേട്ടോ. 2 to 3 hours എടുക്കും. അപ്പൊ 6, 3, 9 മണിക്കൂറായി ക്യാപിറ്റൽ ഗെയിൻ ഇതുവരെ എത്തുമ്പോൾ. അത് കഴിഞ്ഞാൽ 45 തീർന്നു കഴിഞ്ഞാൽ നേരെ 46 ലിക്വിഡേഷൻ ഓഫ് കമ്പനി, 1 മണിക്കൂർ എടുക്കാം. അതിന്റെ തിയറിയും പ്രോബ്ലം ചെയ്യാൻ 1 മണിക്കൂർ. 46A ബൈബാക്ക് നോക്കണമെന്ന് തന്നെ ഇല്ല, തിയറിയാണ്. 10 മിനിറ്റ് തിയറി മാത്രം പഠിച്ചാൽ മതി, 10 മിനിറ്റ് മതി. 46 പഠിക്കാൻ 1 മണിക്കൂർ എടുക്കാം. 46A പഠിക്കാൻ 10 മിനിറ്റ് തിയറി പഠിക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നിങ്ങൾ പോകേണ്ടത് 50ലാണ്. 50B സ്ലംബ് സെയിൽ. യു ഷുഡ് ടേക്ക് 2 hours. 2 മണിക്കൂർ എടുക്കും. അതിന്റെ തിയറിയും പഠിക്കണം, പ്രോബ്ലം ചെയ്യണം 2 മണിക്കൂർ. 2 3 പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അത് മൊത്തം ചെയ്യണം. കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 50B സ്ലം സെയിൽ. 50B സ്ലം സെയിൽ കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞ പ്രോബ്ലം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന മേജർ ഏരിയ മെയിൻ ആയിട്ട് ഇത്രയുമാണ്. ഇനി നിങ്ങൾ നേരെ പോകേണ്ടത്
50 കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. സെക്ഷൻ 50 പിന്നെ ഡിപ്രീഷ്യബിൾ അസറ്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ, 50 പിന്നെ സി സ്റ്റാമ്പ് വാല്യൂ, അത് ഓൾറെഡി നേരത്തെ ബേസിക്സിൽ കവർ ചെയ്യുന്നുണ്ട്. 50 ബി സ്ലംസേൽ ഇപ്പൊ ഞാൻ പറഞ്ഞു. പിന്നെ 50 സി എ അൺലിസ്റ്റഡ് ഷെയർ മാർക്കറ്റ് വാല്യൂവിനേക്കാളും വില കുറച്ച് വിറ്റാൽ മാർക്കറ്റ് വാല്യൂ ഫുൾ വാല്യൂ ആയിട്ട് എടുക്കണമെന്ന് പറയുന്ന 50 സി എ, 50 ഡി തിയറി മാത്രം പഠിച്ചാൽ മതി. ഇത്രയാകുമ്പോൾ 50 തീരും. ഇതെല്ലാം കൂടെ ഇത്തരം തിയറി വായിക്കാനായിട്ട് അരമണിക്കൂർ. 51 അഡ്വാൻസ് മണി റിസീവ്ഡ് ഇൻ ഫർഫിറ്റഡ് ബേസിക്സിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യത്തിലെ അത് പഠിക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അപ്പൊ 54 എക്സംഷൻ തീർന്നല്ലോ. ഇനി നേരെ പോകേണ്ടത് നമ്മുടെ സ്പെഷ്യൽ കേസിൽ വരുന്ന ബോണസ് ഷെയർ, റൈറ്റ് ഷെയർ, റൈറ്റ് എൻടൈറ്റിൽമെന്റ്. ആ മൂന്നിന്റെയും കൂടെ തിയറിയും പ്രോബ്ലം കൂടെ പഠിക്കാൻ 1 മണിക്കൂർ. ഇനി ഇതെത്രയും തീർത്തതിന് ശേഷം മാത്രം യു ഷുഡ് കം ടു 111A, 112, 112A, മറ്റേ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയറിന്റെ പ്രത്യേക രീതിയിൽ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത്. അതും ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് റേറ്റും കൂടെ ഒരുമിച്ച് വരുന്നത്, പിന്നെ ട്രിപ്പിൾ വണ്ണയും കൂടെ ഒരുമിച്ച് വരുന്നത്. നമ്മൾ നല്ലൊരു ക്വസ്റ്റ്യൻ മിഥുൻ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ട്രിപ്പിൾ വണ്ണെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, 112A, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ടാക്സ് റേറ്റുകളാണ് ഏറ്റവും അവസാനം പഠിക്കേണ്ടത്. 112, 111A, 112A അതിന്റെ സ്പെഷ്യൽ കമ്പ്യൂട്ടേഷൻ, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം. ഇത്രയും ചെയ്യാൻ യു ഷുഡ് ടേക്ക് 2 to 3 hours. ഫിനിഷ് ക്യാപിറ്റൽ ഗെയിൻ. എല്ലാം കൂടെ കൂട്ടി നോക്കി കഴിഞ്ഞാൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ അതിൽ ക്യാപിറ്റൽ ഗെയിൻ തീർക്കണം. അതിന്റെ അപ്പുറത്തോട്ട് എടുക്കരുത്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് PGBP, ക്യാപിറ്റൽ ഗെയിൻ, സാലറി, 3 ചാപ്റ്ററിന്റെ സ്റ്റഡി പ്ലാനാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ടൈം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാൻ. ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അടുത്ത് കിടക്കുന്ന ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് മനസ്സിലാക്കുക. അതിനകത്ത് ആദ്യം സെക്ഷൻ 56 ചാർജബിലിറ്റി അടക്കമുള്ള തിയറിയാണ് ആദ്യം പഠിക്കേണ്ടത്. 56 അപ്പൊ 56 ആ ഗിഫ്റ്റ്, അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ, പിന്നെ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ, അത് കഴിഞ്ഞ് ഗിഫ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് ഷെയറിന്റെ അറ്റ് എ പ്രീമിയം, കാഷ്വൽ ഇൻകം, ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, തിയറി എല്ലാം കൂടെ 1.5 മണിക്കൂറിൽ തിയറി പഠിക്കുക. 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ. 2 മണിക്കൂറുണ്ട് അതർ സോഴ്സിന്റെ 56 ചാർജബിലിറ്റി തിയറി വായിച്ച് തീർക്കുക. 1/2 മണിക്കൂറുണ്ട് അതിന്റെ 57 ഡിഡക്ഷൻസ് പഠിക്കുക. അപ്പോൾ 2.5 മണിക്കൂർ, മാക്സിമം 2.5 മണിക്കൂർ. 2.5 മണിക്കൂറിൽ തിയറി വായിച്ച് തീർത്ത് കഴിഞ്ഞാൽ അതർ സോഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്യുക. അത് എല്ലാ പ്രോബ്ലം ചെയ്യുക. കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ, അത്രയും പ്രോബ്ലംസ് ചെയ്യുക. അതർ സോഴ്സിന് മാക്സിമം ഞാൻ ഇടുന്ന സമയം 5 മണിക്കൂർ. 5 മണിക്കൂറിനപ്പുറം അതർ സോഴ്സ് എടുക്കരുത്. 5 മണിക്കൂറിൽ അതർ സോഴ്സ് തീർക്കണം, പഠിച്ചു തീർക്കണം. 5 hours. ഇത്രയാണ് ഹെഡ്സ്. ഓക്കെ, ഇത്രയും പഠിച്ചു തീർക്കുക, പ്രോബ്ലം ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പ്ലാൻ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.